ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമുക്കിന്ന് ഒരു പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് മമ്മ ഒരു കിടിലൻ സ്നാക്സ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴുത്ത ചക്ക വെച്ചിട്ട് ഒരു ചക്ക കിഴിയാണ് കേട്ടോ, കിഴിച്ചക്ക എന്ന് പറയും, അതാണ് ഉണ്ടാക്കണത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്മ ചക്ക ഒക്കെ പറിച്ചിട്ട് കുരുവൊക്കെ കളഞ്ഞ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചക്ക പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് ആ വെള്ളത്തിൽ ഈ ചക്ക വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് മമ്മ ഈ ചക്കയൊക്കെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ശർക്കര ഒന്ന് കുത്തിപ്പൊടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മമ്മ അതിലേക്ക് വേണ്ട തേങ്ങ ചിരവി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അത് ശർക്കരയൊക്കെ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൽ 3 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ ചക്കക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഉള്ള ശർക്കര എടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഇത്ര കുറച്ച് ചക്കയല്ലേ ഉള്ളൂ, അപ്പോൾ അതിനാവശ്യമായിട്ട് 3 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ 3 അച്ച് ശർക്കരയാണ്. അത് ഞാൻ ഒന്ന് കുത്തിപ്പൊടിച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഏലക്ക ഞാൻ ഇതിക്കൊന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക ചതച്ചിട്ട് ഈ ശർക്കരയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതൊന്ന് തിളച്ച് നേരം പോലെ ഉരുകി വരുമ്പോൾ ശർക്കരയൊക്കെ ശർക്കരപ്പാനിയായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു അരിപ്പേക്ക് അരിച്ചെടുക്കാൻ കേട്ടോ ചെയ്യണത്. അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഏലക്കായൻ്റെ തൊലിയും പിന്നെ അതുപോലെ ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൽ പെടും കേട്ടോ. അപ്പം നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഇങ്ങനെ കല്ല് കടിക്കണ മാതിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാനിൽ തന്നെ ഞാൻ ഈ ശർക്കരപ്പാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തീ ഓൺ ചെയ്തിട്ട് ഞാനിതാ ചക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ശർക്കരയ്ക്ക്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 5-6 മിനിറ്റ് വെന്ത് കിട്ടണം കേട്ടോ. എന്നാലേ ചക്ക നന്നായിട്ട് ശർക്കരയിൽ വെന്ത് സെറ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ അപ്പോഴേക്കും തേങ്ങയൊക്കെ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ലതുപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ വെന്തിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ തേങ്ങ ഇതിലിട്ടിട്ടുണ്ട്. ഇതിലൊരു 3/4 തേങ്ങ ഉണ്ട് കേട്ടോ, ഒരു മുറിയും പിന്നെ ഒരു പകുതിയും കൂടെ തേങ്ങ ഉണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര ഇട്ട് കൊടുത്താലും നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സ്നാക്സിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ തേങ്ങ ഇട്ട് കൊടുത്താൽ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ, പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ പൊടിയും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ കണ്ടോ പാത്രത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് പോരുന്നു. ഇനി നമ്മൾ ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തേക്ക് മാറ്റിയാണ് കേട്ടോ. എന്നിട്ട് ഈ പാനിൽ തന്നെയാണ് ഞാൻ പൊടി വാട്ടാനുള്ള വെള്ളം വെക്കണത് കേട്ടോ. അപ്പോൾ കണ്ടോ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട പിന്നെ മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതേ പാൻ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1.5 സ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ. പിന്നെ ബട്ടറൊക്കെ പറ്റും, ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് എള്ളാണ്. ഒരു 3/4 സ്പൂൺ എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങാക്കൊത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ നെയ്യിൽ ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ 1.5 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഈ തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ ഫില്ലിങ്ങിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ മാവിലാണ് കേട്ടോ ഉപ്പ് വേണ്ടത്. ഫില്ലിങ്ങിൽ നമ്മൾ ശർക്കര ഉള്ളത് കൊണ്ട് അതിൽ അത്യാവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലേക്കാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ തേങ്ങയൊക്കെ ഇങ്ങനെ ഏകദേശം ഒന്ന് വറവായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ പിന്നെ നെയ്യും എള്ളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്നിങ്ങനെ
മൂത്ത് വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളമൊക്കെ ഞാനിവിടെ അളന്നിട്ട് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇത് നമുക്ക് ഒന്ന് കിഴി കെട്ടാൻ വേണ്ടിയിട്ട് ഉമ്മമ്മ വാഴയിലൊക്കെ ഒന്ന് വാടാൻ വേണ്ടി വെയിലത്ത് കൊണ്ടുപോയി വെച്ചിക്കാണ് കേട്ടോ. അപ്പോൾ അതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടണത് മാതിരി തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കും ചെയ്യും കേട്ടോ. പത്തിരിക്കൊന്നും കുഴക്കണ മാതിരി നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴക്കമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ ഉമ്മമ്മയാണ് കേട്ടോ പിന്നെ പൊടിയൊക്കെ വാട്ടിയിട്ട് സെറ്റാക്കി ഉണ്ടായിരുന്നത്. ഉമ്മമ്മ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇല ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയേക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് അതിൽ പൊടിയൊക്കെ ഇട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചൂട് പോയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉമ്മമ്മ അതാ ആ പാത്രത്തിൽ നിന്ന് പൊടിയൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റായിട്ടൊന്ന് ചൂട് പോയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഏകദേശം ചൂടൊക്കെ പോയപ്പോൾ അമ്മമ്മ അതൊന്ന് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് ഓരോ ബൗളാക്കിയിട്ട് പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം അമ്മമ്മ അതാ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരിത്ര പോകുന്ന ഒരു ഉരുള എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ ഇതിൻ്റെ നടുഭാഗത്ത് ഒരു കുഴി ഈ ഫില്ലിങ് നിറക്കേണ്ട രൂപത്തിലുള്ള ഒരു കുഴി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടോ ഇത് ഒന്നിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ ഞാനവിടെ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടു പോയതായിരുന്നു. അപ്പം മമ്മ ഇതുപോലെ ഇങ്ങനെ ഒരു തൊപ്പി മാതിരി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ നമ്മൾ ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് വേറെ കുറച്ചും കൂടെ പൊടി എടുത്തിട്ട് നമ്മൾ ആ മാവ് കുറച്ചും കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ഇതുണ്ടാക്കിയിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഉമ്മമ്മക്ക് തന്നെ പറ്റണുള്ളൂ. ഞാൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എനിക്ക് നടക്കണില്ല കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു അത് കേട് വരുത്തണ്ട ഞാൻ തന്നെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കണ്ടോ ഇത് ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അടപ്പ് രൂപത്തിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് അത് അടിപൊളിയായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നല്ലതുപോലെ ഒട്ടിക്കിട്ടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിഞ്ഞ പൊടിയല്ലേ, അപ്പോൾ അത് നല്ലതുപോലെ തന്നെ ഒട്ടിക്കിട്ടും. ഇപ്പോൾ കണ്ടോ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് കിഴി കെട്ടാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ എല്ലാം അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കിഴി കെട്ടാൻ പോവുകയാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും കേട്ടോ. അപ്പോൾ അത്രയും സാധനം ഉണ്ടല്ലോ അതിൽ. അപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ വെച്ചിട്ട് അത് തിളക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും അമ്മ അത് കിഴി കെട്ടണുണ്ടോ ഇങ്ങനെ വാട്ടിയ വാഴയില എടുത്തിട്ട് അതിൽ ഈ ഓരോ ഉരുള വെച്ചിട്ട് ഇങ്ങനെ കിഴി പോലെ കെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. കെട്ടിയിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ചെയ്യുക. കെട്ടഴിയാത്ത രൂപത്തിൽ ഇങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വെള്ളമൊക്കെ വെച്ച് വന്നപ്പോൾ പിന്നെ ഞാനിത് പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മമ്മക്ക് വേഗം ഉണ്ടായിരുന്നു കേട്ടോ കെട്ടാൻ. ഇത് അമ്മമ്മ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരാളും കൂടിയും ഒന്ന് സഹായത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ. ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രയാസമാണ് ഉണ്ടാക്കാനെന്നൊക്കെ തോന്നും. പക്ഷേ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെ തട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഓരോ കിഴി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മമ്മ കൊടുന്നിട്ട് കിഴിയൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഏകദേശം വേവിച്ചെടുക്കണം. ചെറിയ തീയിലാണ് കേട്ടോ. ഒന്ന് ആവി വന്നതിൻ്റെ ശേഷം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒന്നിച്ച് തീ കത്തി കഴിഞ്ഞാൽ സാധനം വെന്ത് കിട്ടില്ല. പിന്നെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ ഫില്ലിങ് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മമ്മ ഗോതമ്പ് മാവാണ് കേട്ടോ വാട്ടിയിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി ഇതുകൊണ്ട് നമ്മൾ പൂവട ഉണ്ടാക്കുമല്ലോ അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് നിറച്ചിട്ട് പൂവടയുടെ അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചക്ക കൊണ്ട് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കും ഒന്ന് നോക്കി നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് മാവും കൂടെ വാട്ടി കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചക്ക കൊണ്ട് തന്നെ ഇലയട ഉണ്ടാക്കും അത്രേ. അപ്പോൾ അതും കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ പൂവട ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടത്. ഇതും ആവിക്ക് വേവിച്ചെടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്യണത്. കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പൂവടയിൽ തേങ്ങയും ശർക്കര അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ ഉണ്ടാക്കുമല്ലോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമല്ലോ
അപ്പോൾ അതുപോലെ ഈ ചക്കൻ്റെ ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ പൂവട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാതും അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ഈ കിഴിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വാഴയിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഈ വാഴയിലൊക്കെ വാടിയ സ്മെല്ല് ഭയങ്കര ഒരു ഇതാണല്ലോ. ഇത് ചിലർക്കൊന്നും ഇതിൻ്റെ സ്മെല്ല് പറ്റൂല, പക്ഷേ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഓരോ കിഴിയായിട്ട് ഇങ്ങനെ എടുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളതും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് 4 വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മൊത്തത്തിൽ 8 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 4 വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ആ 4 ബാക്കിയുള്ള 4 കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മ പൂവടയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതാ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരിപ്പൊടി തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചരിപ്പൊടി കുറച്ചെടുത്തിട്ട് അതിൽ നമ്മൾ പച്ചവെള്ളത്തിൽ അല്പം ഉപ്പിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തേക്കാം കേട്ടോ. പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇല എടുത്തിട്ട് അതിൽ നമ്മൾ അട ഉണ്ടാക്കാൻ പരത്തിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇല ഒരു തല മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണം. എന്നിട്ട് അതും അങ്ങനെ ആവിക്ക് വെച്ച് വേവിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കണത്. ഈ കിഴിച്ചക്കയും ഇലയുടെയും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. പൂവട ഞാൻ ഈ ഒരു ഫില്ലിങ് നിറച്ചിട്ടുള്ള പൂവടയും ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ 3 സ്നാക്സും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ചായക്ക് ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ചക്കയൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവരും വീട്ടിലും ഉള്ളതാണല്ലോ, എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുമല്ലോ ചക്ക. ഇപ്പോൾ ചക്കൻ്റെ കാലമാണല്ലോ. അപ്പോൾ എല്ലാവരും പഴുത്ത ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ. ഓരോ വെറൈറ്റി സ്നാക്സുകളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ അതാ ഇനി ഇതിൽ മമ്മ ആ ചക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇല മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ അതേ ഇഡ്ഡലി തട്ടിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോഴേക്കും നമ്മളെ മറ്റുള്ള കിഴികളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പൂവട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അതും കൂടെ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ ഇലയുടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇലയുടെയും പൂവടയും കിഴിയും എല്ലാം അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മമ്മ അതാ ആ കിഴി ഒന്ന് പൊളിച്ച് നോക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതുപോലെ എടുത്തിട്ട് ചായയൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇലയുടെയൊക്കെ പിന്നെ ഞങ്ങൾ മഗ്‌രിബിൻ്റെ ശേഷമാണ് കേട്ടോ ഇലയുടെയൊക്കെ കഴിച്ചത്. ഇതന്നെ കഴിച്ചപ്പോൾ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 മണിക്ക് ചായക്ക് ഇതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് കേട്ടോ സംഭവങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.